ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും, അതായത് വിവാഹം കഴിക്കുന്ന എല്ലാ ദമ്പതികളും ഒത്തിരി പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെയൊക്കെയാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, രണ്ട് വ്യക്തികളാണല്ലോ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ള വ്യത്യസ്തമായ പേഴ്സണാലിറ്റിയുള്ള രണ്ട് പേരാണ് ഒരുമിച്ച് ചേരുന്നത്. അപ്പോൾ ഈ നമ്മുടെ സ്വഭാവത്തിൻ്റെ പല പ്രത്യേകതകളുമാണ് മുൻപോട്ട് വരുമ്പം ചിലതിനെ വളരെ ദൃഢമാക്കുന്നു, ചിലത് ശിഥിലീകരിക്കുന്നു, കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ ഓരോ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ സ്വഭാവത്തിൽ വരുന്ന ചില പ്രത്യേകതകൾ കുടുംബത്തിലെ ചില ചില പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കുറേ സ്വഭാവത്തിൽ ശ്രദ്ധിക്കേണ്ട അങ്ങനത്തെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ നിന്ന് സംസാരിക്കാൻ തോന്നുന്നു. രണ്ട് കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും വരുന്നത്. രണ്ട് സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നാണ്. ഉദാഹരണം, സിറ്റി സംസ്കാരമുള്ള കിട്ടിയവൻ ഗ്രാമീണ സംസ്കാരമുള്ള ഭാര്യയായിട്ട് വരുമ്പോൾ പ്രശ്നമുണ്ടാകും. സിറ്റിയിൽ വളർന്നവൾ ഗ്രാമത്തിലെ പുരുഷനെ കിട്ടുമ്പോഴും പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്തുള്ളവർ പറയും, ഇവിടെ തന്നെ ജനിച്ച് വളർന്നവർ ഞങ്ങളെ കെട്ടിയാൽ മതി. നാട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്നൊരു കുടുംബത്തെ രക്ഷിക്കാൻ പറ്റും, പക്ഷേ ഞങ്ങൾക്ക് ധാരണ ജീവിക്കാൻ പറ്റുകയില്ല. ഈ സംസ്കാരം കണ്ടു വളർന്നവരാണ് ഞങ്ങൾക്ക് എളുപ്പമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സത്യം അത്. കാരണം അവർ വിചാരിക്കുന്നത് നമ്മളെല്ലാം ശരി, മറ്റവരെല്ലാം തെറ്റ്, അങ്ങനെ ഒരു സാധ്യതയ്ക്കുള്ള. അതുകൊണ്ട് അതൊരു പ്രധാന പോയിൻ്റാണ്. ആ കൂട്ടത്തിൽ ചേർന്ന് വരുന്ന ഒന്നാണ് അവരൊക്കെ ഒരുപാട് ഫ്രീയാണ്. ഹഗ് ചെയ്യും, കെട്ടിപ്പിടിക്കും, കൈ കൊടുക്കും, ചുമ്മാ ഒരുമിന്ന് ഫോണും കണ്ടിരിക്കും. അതവിടെ എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മുടെ ഇവിടെ അത് സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ആൺകുട്ടി അവളെ കെട്ടിയാൽ സംശയമാവും, പെൺകുട്ടി അവനെ കെട്ടിയാൽ സംശയമാവും. എന്നെ അല്ല വേറെ ആരോടാണെന്നൊക്കെ പറയാൻ തുടങ്ങും. പിന്നെ അച്ചടക്കമില്ല എന്നൊക്കെ നല്ല പേരുകളുമായി. പിന്നെ തുണിയും വേഷവും. ബ്ലൗസിൻ്റെ കൈ ഇറക്കിയിട്ട് കക്ഷം കാണിച്ച് നടക്കുന്ന പെൺപിള്ളേരെ കാണാം. ഞാൻ അവിടെ എന്തിനായി ഇന്ന് കൈ തയ്ക്കാൻ പോയത്, നടന്നാൽ പോരായിരുന്നു. അപ്പം അവരുടെ രീതിയും ശൈലിയുമാണ്. പൂക്കളിൻ്റെ താഴോട്ടും പാൻസിനും കൊണ്ടുമൊക്കെ കുറേ ഭാഗം കാണിച്ച് നടക്കും. വിദേശ സാധാരണ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അപ്പം അങ്ങനെ ഒരു ആൺകുട്ടി ഇവിടെ എപ്പോഴും മറച്ചു നടക്കുന്ന പെൺകുട്ടിയെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുലുമാലുകളുണ്ട്. അപ്പോൾ ഓരോരോ വ്യക്തിത്വങ്ങളാണ്, കാഴ്ചപ്പാടാണ്, അത് മൊത്തം കുടുംബത്തെയും ഭാവിയും ബാധിക്കും. അതായത് വീക്ഷണങ്ങളുടെ കാഴ്ചപ്പാടിലുള്ളൊരു വ്യത്യാസം വലിയൊരു പ്രശ്നം തന്നെയാണ്. വലിയ വ്യത്യാസം. അതനുസരിച്ച് നമ്മൾ കാഴ്ചപ്പാടാണ് ഞാനെന്ന് പറയുന്ന കുറേ കാഴ്ചപ്പാടുകളാണ്. അപ്പം എന്നിലെ ഞാൻ മുറിവേകും, കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും. ഈ കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ, അതായത് ഞാൻ മറ്റൊരാളാണ്, പക്ഷെ നമുക്ക് അവരുടെ കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളാനോ അല്ലെ അവരുടെ കാഴ്ചപ്പാടുകളിലേക്കൊക്കെ മാറാനോ നമ്മൾ ശ്രമിച്ചാൽ സാധിക്കുമോ? അത് പോസിറ്റീവ് കാഴ്ചപ്പാടാണ് ഒരാളുടേതും, എൻ്റേത് നെഗറ്റീവ് ആണെങ്കിലേ അതിലേക്ക് ഞാൻ മാറാൻ ശ്രമിക്കേണ്ടതുള്ളൂ. മറ്റേ ആളുടേത് ഒരു പ്രത്യേക നിഷേധാത്മകമായ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഭാവാത്മകമായ ആറ്റിറ്റ്യൂഡുള്ള ഞാൻ അതാകാൻ ശ്രമിക്കരുത്. ക്ലാഷ് ഉണ്ടായാൽ പോലും എൻ്റെ സത്യത്തിലേ ഞാൻ നിൽക്കാവും. ഒരു തെറ്റായ ഒരു ഇമേജ് കൊടുക്കുന്ന ഒരു മനുഷ്യൻ അവനോട് പൊരുത്തപ്പെടാൻ വേണ്ടി അതിനോട് കോംപ്രമൈസ് ചെയ്യല്ലേ. അത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയും പോവും, കുടുംബത്തിൻ്റെ അനുഗ്രഹവും പോവും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായൊരു കാഴ്ചപ്പാടോ അല്ലോ തെറ്റായ രീതികളോ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചായാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? തീർച്ചയായിട്ടും. ഒന്നുകിൽ ചുമ്മാ മൗനം പാലിച്ച് മാറിയാലും കോംപ്രമൈസ് ആയിരുന്നു. അപ്പോൾ ഈ ബന്ധങ്ങളിലൊക്കെ ഉള്ള രീതികളും അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം വലിയ സ്നേഹവും ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തും. പിന്നെയാണല്ലോ ഇത് ശത്രുതയായിട്ടും വിദ്വേഷമൊക്കെ ആയിട്ട് വരിക. അതൊരു നമുക്ക് കുറേ നാൾ ജീവിക്കുമ്പോഴേ ക്യാരക്ടറിൽ ഒരു ധ്രുവീകരണം ഉണ്ടാവും. ക്യാരക്ടർ ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ ശരി, നീ തെറ്റ്, പിന്നെ ഒരു ധ്രുവീകരണം നടക്കുവാണ് ഉള്ളിൽ. ഞാൻ മാത്രം ശരി, ബാക്കി എല്ലാവരും തെറ്റ്. അത് ഭർത്താവിനുണ്ടാകാം, ഭാര്യയിലുണ്ടാകാം. ഒരു വക അംഗീകരിക്കുകയില്ല. എൻ്റെ ശരിയുള്ളൂ, ശരി വേറൊരു ശരിയില്ല. അതങ്ങനെ ആയിപ്പോയി. ഫ്രെയിംവർക്ക് അങ്ങനായി, മനസ്സ് ഫോം ചെയ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് പിന്നെ അതേ ഉള്ളൂ, ആ രീതിയിലേ പോകാൻ പറ്റത്തുള്ളൂ. അത് കുടുംബത്തിൽ വലിയൊരു അപകടമാണ്. പ്രതിസന്ധിയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് കുടുംബത്തെ അത് നയിക്കാം. കുറച്ച് നാൾ ജീവിക്കാൻ മനസ്സിലാകണം, അവളിലും ഒരു ശരിയുണ്ട്.
അവനിലൊരു ശരിയുണ്ട്. അത് സ്വീകരിക്കാതെ എൻ്റേത് മാത്രം ശരിയെന്ന് വരുന്നൊരു ധ്രുവീകരണം, അത് ഡേഞ്ചറായിട്ട്. ഈ ആശയവിനിമയ കാര്യത്തിലും ചിലരിങ്ങനെയുണ്ടല്ലോ. അവർക്ക് സന്തോഷമുള്ളപ്പോൾ അവർ ചിരിക്കും, അവർക്ക് സങ്കടമുള്ളപ്പോൾ അവർ കരയുന്നു. നമ്മൾ അതിനോടെല്ലാം കോപ്പറേറ്റ് ചെയ്തോണം. എന്നാൽ നമുക്ക് സന്തോഷമുള്ളപ്പോൾ ചിരിക്കാൻ പെർമിഷൻ ഇല്ല. ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ളയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ നമ്മളിങ്ങനെ നിന്ന് കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടേതായ നീഡ്സ് ഒന്നും നമുക്ക് പറയാനോ എടുക്കാനോ കാര്യങ്ങളോ പറ്റില്ല. അത് ഈ ആശയവിനിമയത്തിലുണ്ടാകുന്ന വളരെ മോശപ്പെട്ട കാര്യമില്ല. ആദ്യമൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യും. കല്യാണം കഴിച്ച ഉടനെ ഇതൊന്നും പുറത്ത് കാണിക്കില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എൻ്റെ മാത്രം വികാരങ്ങൾക്ക് വളരെയേറെ ഫോക്കസാണ്. എനിക്കിപ്പോൾ മിണ്ടാൻ താല്പര്യമില്ലേ, മിണ്ടണ്ട. എന്നാൽ ഭാര്യ മിണ്ടാൻ ചെന്നാലും മിണ്ടാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ എല്ലാം നടക്കും. അല്ലെങ്കിൽ തിരിച്ചും. ഇങ്ങനെ രണ്ട് കൂട്ടരുമുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ പ്രധാനപ്പെട്ടതാണ്. അതില്ലാതെ വരുമ്പോഴാണ് പ്രശ്നം. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഞാൻ ധരിച്ച ചില കാര്യം ശരിയാണെന്നങ്ങ് വിശ്വസിച്ചങ്ങ് പോകും. ഉദാഹരണം, അയൽവക്കത്തെ പുരുഷനോട് വീട്ടിലെ സ്ത്രീ വർത്താനം പറഞ്ഞിരിക്കുക. ആ സമയത്ത് കെട്ടിയോൻ കയറി വരും. ഇവൾ പെട്ടെന്ന് നിർത്തി പേടിച്ച് കയറി പോയാൽ അവൻ തെറ്റിദ്ധരിക്കാനുള്ള അവസ്ഥയാണ്. ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുന്നു. ഭാര്യ പള്ളിയിൽ നിന്ന് വന്നപ്പം ഇയാൾ സംസാരിക്കുന്നു. ഉടനെ നിർത്തിപ്പോയോ, വേറെ ഭാഷയാന്ന് പറയും, ചിന്തയാന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് വർത്താനം തുടരുകയും ഇന്ന കാര്യമാണ് പറയുന്നതെന്ന് ജീവിത പങ്കാളിക്ക് മനസ്സിലാകുകയും വേണം. കുറച്ച് വിവേകം വേണം, ഒന്ന് ചുരുക്കം വേണം. നമ്മൾ പേടിച്ച് പ്രവർത്തിക്കല്ലേ. അപ്പോൾ ഒരു ശരി കമ്മ്യൂണിക്കേഷൻ വേണം. അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിൽ സംശയം വന്നു, അപ്പം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തപ്പം ഇങ്ങനെ പറയാൻ കാരണം, അപ്പം എൻ്റെ തെറ്റാണ് തിരുത്താം. അതായത് നാടി ഞാൻ എന്തോ പറഞ്ഞു, നീ വല്ലാതെ അങ്ങ് കോപിച്ചങ്ങ് പോയത്, അതിനോടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന് കുറവ് വരുന്നത്. അതുകൊണ്ട് ഇരുന്ന് പറഞ്ഞ് മനസ്സ് വായിച്ച് പഠിച്ച് ഇരുന്ന് പറയണം. ഞാനൊരു ചില വ്യക്തികളെ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ മനസ്സിൽ വന്നാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ തുറന്ന് പറയുകയാണ്, ഭയങ്കര കുറ്റപ്പെടുത്തുകയാണ്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉടനെ അതിൻ്റെ ഒന്നും അർത്ഥമൊന്നും മനസ്സിലാക്കാതെ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറയുകയാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. അച്ഛനെല്ലാം മിണ്ടാതിരുന്ന് കേൾക്കുകയാണ്. അപ്പോഴും ഞാനിങ്ങനെ കുടഞ്ഞിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം മാത്രം ഇവർ വാ തുറക്കുള്ളൂ. ഞാൻ പറഞ്ഞത് എന്ത്, നീ ഉദ്ദേശിച്ചത് എന്തെന്ന് മനസ്സിലായില്ല. അപ്പോൾ നമുക്കൊരു കുറ്റബോധം വരും. ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു, ഇവർക്ക് നേരത്തെ ഇതങ്ങോട്ട് പറയാമല്ലോ. അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ചിലരുടെ മൂഡുണ്ടേ, അത് നമുക്കൊരു മൂഡ് സെറ്റിംഗ് ഉണ്ട് എപ്പോഴുമേ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ പറയും ബാഡ് മൂഡാണ്, അന്ന് ചുമ്മാ ഐശ്യപ്പെടും. അതെ, ഒരു കാരണവുമില്ല. മനുഷ്യന് ബാഡ് മൂഡ് വരുന്നതാണ്. കോപിക്കും, അരിശപ്പെടും, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട് ചുമ്മാ അങ്ങ് അരിശപ്പെടും. അത് ബാഡ് മൂഡാണ്, ബാഡ് മൂഡ്. വേറെ ചില സമയത്തുണ്ട് നല്ല ഗുഡ് മൂഡാണ്, ഗുഡ് മൂഡ്. അപ്പോൾ നമുക്ക് എന്തും പറയാം, എപ്പോഴും പറയാം, ഏതും പറയാം. അത് സന്തോഷത്തോടെ അങ്ങോട്ട് സ്വീകരിക്കും. ചിലർ ഈ മൂകതയുടെ മൂടുള്ളവരാ, എപ്പോഴും ഒരു മെലങ്കളിക് ടൈപ്പാണ്, മൂകതയാണ്. അപ്പം അവരോട് നമുക്ക് എന്നാ പറയാനും ഫീൽ ചെയ്യല. അവരിങ്ങനെ ദുഃഖിച്ച് വളരി ഇതുപോലെ ഇരിക്കും. അപ്പോൾ ആളുടെ മൂഡ് മനസ്സിലാക്കി വർത്താനം പറയാമെന്നുള്ളതാണ്. പക്ഷെ ഇതൊരു വലിയ ഇഷ്യൂ ആകുന്നത് ഫോൺ വിളിക്കുമ്പോഴാണ്. ഫോൺ വിളിക്കുമ്പോൾ അപ്പുറത്തുള്ളവരുടെ മൂഡ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ മൂഡ് മനസ്സിലാക്കി സംസാരിക്കാൻ പറ്റാതെ വന്ന ബഹളങ്ങൾ ഉണ്ടാകുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്വരത്തിൽ നിന്ന് അറിയാൻ പറ്റും. നമുക്ക് ഇച്ചിരി ഒരു പഠിത്തവും വിവരമൊക്കെ ഉള്ള മനുഷ്യർ സാധാരണയാകുമ്പം ഫോൺ വിളിക്കുമ്പം ഒരു ഇൻഡിഫറൻറ്റ് രീതിയിലാണ് വർത്താനമെങ്കിൽ നല്ലമൂടല്ലെന്നറിയാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് നമുക്ക് തന്നെ അറിയാം. ഇപ്പം ചോദിക്കും, എവിടാ, ഇവിടെ അല്ലേ പറയുന്നത്, കേൾക്കുന്നത് ചോദിക്കല്ലേ. അപ്പം ആ മൂടുകൾ മിണ്ടൽ സ്റ്റോപ്പ്, ഏറ്റവും ഷോർട്ടായിട്ട് പറയുമ്പോഴേ നല്ല ചിരിക്കുന്ന ഇന്ന് നല്ല മൂടാണല്ലോ പറയാൻ നോക്കാം. എന്നാലും നമ്മളങ്ങ് കാരണം ഒരേ വിഷയം തന്നെയായിരിക്കും പല സമയത്ത് സംസാരിച്ചിട്ടുള്ളൂ. ഒരു സമയം ഭയങ്കര പോസിറ്റീവായിട്ട് കേട്ടാൽ മറ്റേ സമയത്ത് ഒരു മൂടും ഇല്ലാണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇവരെന്താ ഇങ്ങനെയെന്നല്ലേ. ചിലർക്ക് അങ്ങനെയുണ്ട്. ചില സമയത്ത് മനസ്സ് ഫ്രീ അല്ലെന്ന് വരികയുണ്ടല്ലോ, മൂടൗട്ടാവും. അതെന്നാ ഉദാഹരണം, മഴ പെയ്യാതെ മഴക്കാറ് മൂടിക്കിടക്കുന്ന കാലാവസ്ഥയിൽ സ്വാഭാവികമായി മനുഷ്യൻ മൂടൗട്ടാവും. നല്ല മഴയാണോ മൂടാ, മൂടിക്കിടന്നാൽ മൂടൗട്ട്. നല്ല വെയിലാണോ നല്ല മൂട്. അത് ഈ പ്രകൃതി നമ്മളോട് ബന്ധപ്പെട്ട വേലിയേറ്റവും വേലിയിറക്കമാണ്. ഈ മാനസിക രോഗമുള്ളവർക്ക് വേലിയേറ്റത്തിൻ്റെ സമയത്ത് ഇളക്കം കൂടുതലാണ്, ഏതാണ്ടൊക്കെ കാണിക്കും.
അതേസമയത്ത് വേലി ഇറക്കത്തിൻ്റെ സമയത്തോ വളരെ കൂളാവും. ഈ നമ്മളിലൊക്കെ സ്വഭാവത്തിൽ ഈ വേലിയേറ്റവും വലിയവർക്ക് ഒരു ഭാര്യ പഠിക്കണം, ഒരു സത്യത്തിൽ ഭർത്താവ് പഠിക്കണം. അച്ഛൻ പറയുന്നതല്ലേ, വിവാഹ ജീവിതം ഒരു കലയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു കലയാണ്. ഇതിൽ PhD എടുത്താൽ പോലും നിൽക്കില്ല. വർഷങ്ങളോളം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാറിക്കൊണ്ടേ ഇരിക്കേണ്ടത് വലിയൊരു കല തന്നെയാണ്. ചിലപ്പോൾ ഈ സംസാരങ്ങളിലൊക്കെ നമ്മുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള ഓരോ ഡയലോഗുകളൊക്കെ അങ്ങ് ചിലപ്പോൾ അങ്ങ് പറഞ്ഞു പോണതായിരിക്കും. പക്ഷേ ഈ എറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ പറ്റിയതെന്ന് പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ വരും. അത് ഭയങ്കര ഒരു നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു കാര്യമല്ലേ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യയോട് അമ്മയും അപ്പനെയും കുറ്റപ്പെടുത്തി പറയൽ, ഭർത്താവിനോട് അമ്മ അപ്പൻ പെങ്ങന്മാരെ കുറിച്ച് പറയൽ. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ആത്മാഭിമാനത്തിന് ക്ഷതമാണ്. അപ്പോൾ എൻ്റെ തന്തയെ അറിയാം, മറ്റേ പാർട്ടിയല്ലായിരുന്നോ പണ്ട്, പിന്നെ വലിയ പാടക്കാരൻ, അവൻ്റെ അടിസ്ഥാനത്ത് കോടാലി വയ്ക്കപ്പെട്ടു ഈ വാക്യം. അല്ല നിൻ്റെ കുഴപ്പമൊന്നുമല്ല, നിന്നെ പറ്റിയ തള്ളയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനത്തിന് അവർക്ക് കുഴപ്പമായി. അപ്പം അടിസ്ഥാന ക്ഷതമേൽക്കുന്ന, ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കരിഞ്ഞു വരാൻ കാലമിടും. കാലങ്ങളോളം മുറിവായിട്ട് കിടക്കും. ഒരു വലിയ പാടാണ്. ഈ ഓർത്തോർത്ത് പറയുകയും ചെയ്യും, സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും. എണ്ണി പറയുവേ, എന്നാലും താനൊന്ന് പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, നീ പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഉള്ളിൽ കിടക്കും. ഉള്ളിൽ ഇറങ്ങാതെ കിടന്നാൽ പിന്നെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങളെ ഇങ്ങനെ തകർക്കുന്ന ചില തോന്നലുകൾ, നമ്മൾ എത്ര പോസിറ്റീവ് ആളാണെങ്കിലും ഈ തൊട്ടടുത്തിരിക്കുന്നവരെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുക, എപ്പോഴും നമ്മളിങ്ങനെ കുറച്ച് സംസാരിക്കുക, നമ്മൾ ഒട്ടും ശരിയല്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ സ്വന്തമായിട്ട് നമുക്കൊരു അപകർഷതാബോധം വരാൻ സാധ്യതയില്ലേ? നമ്മളങ്ങ് കൊള്ളുകയെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്ന് ചിലർ അങ്ങനെ പോകണമെന്ന് കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാത്തത്രേ ഉള്ളൂ. ചിലരോടുള്ള വർത്തമാനം ഉപകാരപ്രദമല്ലെങ്കിൽ മൗനം പാലിക്കും. പക്ഷെ അതെങ്ങനെ വെച്ചാൽ ഈ കുടുംബ ജീവിതത്തിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ നമുക്ക് എങ്ങനെ അത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റും? പരമാവധി മിണ്ടാതിരിക്കുക എന്നുള്ള അങ്ങനെയുള്ള ആളോടെ, ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പൊതുവിൽ ഇഷ്യൂ ആകാത്ത കാര്യം മാത്രമേ മിണ്ടാവുള്ളൂ. ഭയങ്കര സ്ട്രെസ്സല്ലേ അങ്ങനെ വരുമ്പോൾ? നമ്മളിങ്ങനെ അളന്ന് തൂക്കി സംസാരിച്ച് നോക്കി ഒരു ഹാപ്പി അല്ലാത്തൊരു ലൈഫായി പോവില്ലേ അങ്ങനെ വരുമ്പോൾ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഉള്ളൂ. പിന്നെ കൂടുതൽ ഭാരം വരാതിരിക്കാൻ മാർഗം അത് വേറൊരു പരിഹാരമില്ലത്. കാരണം അതൊരു എന്താ പറഞ്ഞ പോലെ ക്യാരക്ടർ ഇത് പെട്ടതാണേ. അപ്പം എന്തിനും ഏതിനും നെഗറ്റീവ് പറഞ്ഞാൽ ചില അങ്ങനെ എടുക്കുന്ന പാടെ, എന്നാ ഒരു മഴയാ, ഭയങ്കര വെയിലാ, മുടിഞ്ഞ കൊതുക, എപ്പോഴും ഈ നെഗറ്റീവ് വർത്താനേ പറയുള്ളൂ. പക്ഷെ ചില അങ്ങനെയുണ്ട്. ഉദാഹരണം മഴ വന്നാൽ അയ്യോ എന്നാ ഒരു മഴക്കാലമാണോ, മഴക്കാലത്ത് മഴയല്ല പിന്നെ വേറെ കിട്ടിയതിനെ അക്സെപ്റ്റ് ചെയ്യാതെ പറ്റിയല്ല. അല്ലെ എന്നാ ചൂടാണോ, അല്ലെ എന്ത് മൂട്ടയാണോ, പാറ്റയാണോ, കൊതുകാണോ, എപ്പോഴും പരാതിയാ, അല്ലെങ്കിൽ എല്ലാം നെഗറ്റീവ്. അത് ആളങ്ങനെ മരണം വരെ അങ്ങനെ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പാറ്റാ മൂട്ട വരാത്ത ചില വിഷയങ്ങൾ മാത്രം വർത്താനം അല്ല, ശരിക്കും നമ്മുടെ ഒരു ഹാപ്പിനെസ്, ഒരു ആനന്ദം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഹൃദയത്തിൻ്റെ, അത് നഷ്ടപ്പെട്ടു പോകാൻ വേറെ ആരും വേണ്ടല്ലോ, അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാർ മതിയില്ല കൂടെ അല്ലേ? അതെ, നെഗറ്റീവ് വർത്താനം പറയുന്നവരുണ്ടോ തീർന്നു. അവർ നമ്മളെ ഡള്ളാക്കും, സ്വപ്നങ്ങൾ ഡിമ്മാക്കും, ജീവിതം മൊത്തം ഒരു അന്ധകാരമാക്കി മാറ്റും. എത്ര പോസിറ്റീവായി സംസാരിച്ചു തുടങ്ങിയാൽ ലാസ്റ്റ് നമ്മളങ്ങ് ഡൗൺ ആയി അവസാനിക്കുകയുള്ളൂ. അതെ അതെ, അത് നമ്മളിതിനെ മലയാളത്തിൻ്റെ പ്രത്യേകതയുണ്ട്, ഈ എത്ര നല്ലതും നെഗറ്റീവായിട്ട് പറയുള്ളൂ. പിന്നെ മാത്രമല്ല ചില പരദോഷണമൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സുഖവും അല്ലെ ഫീൽ ചെയ്യുന്നവരാണല്ലോ പല പൊതുവിൽ അല്ലേ? അല്ല, ശരിക്കും അങ്ങനെയുള്ള കമ്പനികൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. രണ്ട് കുറ്റമൊക്കെ പറയുന്നതാണ് സന്തോഷം എന്ന് പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലരുണ്ട് ഇങ്ങനെ ഒന്നും ശരിയാണെന്നും പറയില്ല, ചിലരിങ്ങനെ ഞാനെല്ലാം തികഞ്ഞ ആളാണ് എന്ന് പറഞ്ഞിങ്ങനെ ഊതി വീർപ്പിച്ചിരിക്കുന്ന മനുഷ്യരുമില്ലേ? ഈ അവരൻ്റെ തിന്മ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സ്വന്തം അയൽവാസികളോ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റോ വളരെ അടുപ്പമുള്ളവരുടെ മോശവശം കേൾക്കാനാണ് ഭയങ്കര താല്പര്യം. നമ്മൾ അറിയാതെ തന്നെ ഒരു സന്തോഷം ഉള്ളിൽ ഇങ്ങനെ അല്ലേ പതിഞ്ഞു പൊങ്ങുകയും. അതൊരു ബേസിക് ക്യാരക്ടറാണ്. നല്ലത് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടക്കുറവും, മോശം കേൾക്കുമ്പോൾ ഒരു ധരിപ്പും. അല്ല, അത് ശരിക്കും എല്ലാവർക്കും ഉണ്ടോ? മിക്കവർക്കും മനുഷ്യർക്ക് അങ്ങനെ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് തോന്നല്ലേ? ഈ ലോകം മുഴുവൻ അല്ലേ? ഈ ലോകത്ത് എവിടെ ചെന്നാൽ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ തന്നെ പറയണം, ഇല്ല എനിക്ക് അസൂയൊന്നുമില്ല, വിഷമമൊന്നുമില്ല, ഹാപ്പിയാണെന്ന് പറഞ്ഞാണ് നമ്മൾ സന്തോഷിക്കുന്നതെന്ന് തോന്നുന്നു. സത്യം. പക്ഷേ ഒത്തിരി പേരുണ്ട് ഒരു അസൂയ മനുഷ്യനിൽ അടിസ്ഥാനമായിട്ടുണ്ട്. ഈ അസൂയ വലിയ അപകടമാണ്. നമ്മളൊരു കുഞ്ഞു പാപമല്ല, ഏറ്റവും വലിയ പാപം അസൂയയിൽ നിന്നാണ്. അസൂയയിൽ നിന്നാണ് ആദ്യത്തെ കൊലപാതകം. അതെ, സാവൂൾ എന്ന രാജാവ്
ദാവീദിനെ കൊല്ലാൻ വേണ്ടി കുന്ത പറഞ്ഞതും അസൂയയില്ല. ശിഷ്യന്മാരുടെ ഇടയിൽ നമ്മളാരാ വലിയവൻ? അസൂയയാണ്. അതെല്ലാവരിലും ഉണ്ട്. ഈ ഒരു അസൂയ ഒരുപക്ഷെ ഭാര്യയ്ക്ക് അല്പം സൗന്ദര്യം കൂടുതലും കാണാൻ അല്പം മിടുക്കിയും സ്മാർട്ടുമാണെങ്കിൽ അത്രയും ഭംഗിയില്ലാത്ത കെട്ടിയവൻ ഒരസൂയ അവളോട് ആരംഭിക്കും. പിന്നെ വേറെ ആണുങ്ങളുമായിട്ട് ചേർത്ത് പറയും, വേണ്ടാത്ത കാര്യം പറയും. കാരണം ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇനി കെട്ടിയവൻ നല്ല സൗന്ദര്യവും ഭാര്യയ്ക്ക് വലിയ സൗന്ദര്യമില്ല, കഴിവുമില്ല. കെട്ടിയവൻ ആരോടും വേണ്ടിയാലും സെക്സിൻ്റെ തരത്തിൽ അവൾ ഇൻ്റർപ്രറ്റ് ചെയ്യും. എന്നുവെച്ചാൽ അവൻ വെറും പൊട്ടനാണെന്ന് വരുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കും. ഇതാണ് ഊതി വീർപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ. അങ്ങനെ ചില ആണുങ്ങളുണ്ട്, ഒരു കഴിവുമില്ല, പക്ഷെ ഞാനാരോ ആണ്, ഇങ്ങനെ നടക്കും. ഒരു ഇഷ്യൂ വരുമ്പം വെറും വട്ടപ്പൂച്ച്. ചില പെണ്ണുങ്ങളും ഞാൻ എന്തോ സമ്പടിയാണ്, ഒരു കാര്യം വരുമ്പം ഒന്നും അല്ലാതാവും. ശരിക്കും നമ്മുടെ ഒരു യഥാർത്ഥ പ്രതിച്ഛായയൊക്കെ പുറത്തു വരണമെങ്കിൽ, അത് ഉൾക്കൊള്ളണമെങ്കിലും ഒക്കെ വലിയ ഹൃദയവിശാലതയും കുറേ കാലവും പിടിക്കും അല്ലേ? കാലം പിടിക്കും. നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യം യഥാർത്ഥ പ്രതിച്ഛായയാണ്. കല്യാണം കഴിക്കുന്ന നാളുകളിൽ ഊതി വീർപ്പിച്ച പ്രതിച്ഛായയാണ്. ആദ്യ കുറേ നാളുകളിലും കൃത്രിമ പ്രതിച്ഛായകളാണ്. കുറേ നാൾ ജീവിക്കുമ്പോഴാണ് അയ്യോ ഈ മനുഷ്യൻ ഇതാണല്ലോ, ഈ സ്ത്രീ ഇതാണല്ലോ. അത് കുറേ നാൾ ജീവിച്ച് കഴിയുമ്പോൾ നമുക്കത് കിട്ടുക. ഇങ്ങനെ ഇരിക്കും. ഞാനവർക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരാതിയൊന്നും പറയാനുണ്ടാവില്ല. നേരത്തിനൊരു കാലം ആവുമായിരിക്കും. അനുഭവം പഠിപ്പിച്ചു. പിന്നെ കാലം നമ്മൾ ഒരുപാട് മാറ്റവും വരുത്തുവേ. ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, എന്നാൽ ബാക്കി അങ്ങനെ നോക്കും. അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മളിൽ ഫോം ചെയ്യപ്പെടും. ഞാനവർക്ക് ഇതൊക്കെ ഇപ്പോൾ അച്ഛന്മാരല്ലേ അങ്ങ് അറ്റത്തെത്തിയിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ എപ്പിസോഡൊക്കെ എല്ലാവരും കാണണം അല്ലേ? എപ്പിസോഡ് കാണണം. അതുപോലെ നമ്മൾ പറയും ഈ പ്രീമാരേജ് കോഴ്സ്, കുടുംബ നവീകരണ ധ്യാനം, ഇതൊക്കെ നമ്മൾ കൂടുമ്പം നമുക്ക് സ്വയം മനസ്സിലാക്കാനും ദൈവം തന്നയാളെ മനസ്സിലാക്കാനുള്ള ഒരു കൃപ ലഭിക്കും. അതില്ലെങ്കിൽ ഞാൻ എന്നോടും വളരും. എൻ്റെ ഭാര്യയെ ശ്രദ്ധിച്ചാൽ ഞാൻ അവളോടും വളരും. ഭർത്താവിനെ ശ്രദ്ധിച്ചാൽ അവനോടും വളരും. മൊത്തം ശ്രദ്ധിച്ചാൽ ഞാൻ ദൈവത്തോടും വളരും. ഇല്ലെങ്കിലോ ഒരു കിണറ്റിലെ തവള പോലെ എൻ്റേത് ശരിയെന്നും പറഞ്ഞ് മരണം വരെ ഞാൻ ജീവിക്കും. അത് കുടുംബത്തിൽ വിപത്തുകൾ കൊണ്ടുവരികയും ചെയ്യും. എന്തായാലും ഞങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് വളരട്ടെ എന്നുള്ളതാണ് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് സമയം അവസാനിക്കാറായി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വീണ്ടും കാണാം. എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.